ഈ ഭേദഗതി സിവിൽ സമൂഹത്തിൻ്റെ സ്വയംഭരണാധികാരത്തെ തകർക്കുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. സിവിൽ സമൂഹത്തിൻ്റെ സ്വയംഭരണാധികാരം പ്രധാനമാണ്. എന്നാൽ ആ സ്വയംഭരണാധികാരം എന്നത് വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് ബാധ്യതകളിൽ നിന്നുള്ള മോചനമല്ല. ആഭ്യന്തര പണം കൈകാര്യം ചെയ്യുന്ന NGOകൾ പോലും നികുതി, ട്രസ്റ്റ് നിയമങ്ങൾ, അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ എന്നിവയ്ക്ക് വിധേയമാണ്. പ്രത്യയശാസ്ത്രമോ മതമോ രാഷ്ട്രീയ താൽപ്പര്യങ്ങളോ നോക്കാതെ ഒരേ നിയമപരമായ മാനദണ്ഡങ്ങൾ എല്ലാവർക്കും ബാധകമാക്കും. മറ്റൊരു വിമർശനം അന്വേഷണങ്ങൾക്കുള്ള കേന്ദ്രാനുമതി അമിതമായ കേന്ദ്രീകരണമാണ്. FCRA നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരംഭിക്കാൻ പാടില്ലെന്ന് ബിൽ നിർദ്ദേശിക്കുന്നു. FCRA എന്നത് വിദേശ സാമ്പത്തിക പണം ഉൾപ്പെടുന്ന ഒരു പ്രത്യേക കേന്ദ്ര സംവിധാനമാണ്. സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വരേണ്ടുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, വ്യത്യസ്ത ഏജൻസികളുടെ പരസ്പര വിരുദ്ധമായ ഇടപെടൽ മൂലം അന്വേഷണം തടസ്സപ്പെടാതെ നോക്കാനും ഇത് സഹായിക്കുന്നു.